ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ദേ കിടക്കുന്നത് നമ്മുടെ കോഴിക്കോടുകാരുടെ കടുക്ക, കണ്ണൂരുകാരുടെ കല്ലുമ്മക്കായ. നല്ല ഫ്രഷ് കല്ലുമ്മക്കായ കിട്ടിയ സമയത്ത് അതൊന്ന് നിറയ്ക്കാമെന്ന് തീരുമാനിച്ച് ഇതവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഇവിടെ റെഡിയാണ്. അപ്പം നമ്മൾ പൊതുവെ നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ അരിപ്പൊടിയിലേക്ക് അല്പം ചെറിയുള്ളി, കുറച്ചതുപോലെ പെരിഞ്ചീരകം, നമ്മുടെ തേങ്ങയും കൂടെ ഒന്ന് മിക്സിയിൽ ഒതുക്കിയതിന് ശേഷം ആ ഒതുക്കിയ മാവ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് അങ്ങോട്ട് വിതറിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായി തിരുമ്മി കുഴച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ടാസ്ക്. നല്ല ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ മാവിനിതാ ഇവിടെ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂട് തണ്ണിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ കല്ലുമ്മക്കായെല്ലാം നേരത്തെ ഫ്രഷായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. നമ്മുടെ ഓരോ കല്ലുമ്മക്കായയുടെ ഉള്ളിലേക്കും ആ അരിമാവിനെ ഇങ്ങനെ നിറച്ചെടുക്കുക. ഇങ്ങനെ കുറച്ച് മെനക്കെടുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ആ മെനക്കെടൊക്കെ ഞാനന്നങ്ങ് സഹിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ഇഡ്ഡലി തട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം എല്ലാ കല്ലുമ്മക്കായനെയും വളരെ നന്നായി നിറച്ചെടുത്തു. ഇനി നമ്മളിതെല്ലാം നിറച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നല്ല വൃത്തിയിൽ പുഴുങ്ങിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ അതിൻ്റെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം സെറ്റാക്കി വെച്ചതിലേക്ക് നമ്മുടെ പുഴുങ്ങിയ കല്ലുമ്മക്കായ ദേ ഇവിടെ ഇട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തു. എനിക്കത് പൊരിക്കുന്ന സമയത്ത് തന്നെ വായിൽ വെള്ളം കൊണ്ടിട്ട് വയ്യായിരുന്നു. അപ്പം ഞാൻ എന്തായാലും കല്ലുമ്മക്കായ കിട്ടിയ സമയത്ത് പൊരിച്ചു നോക്കി. അപ്പോൾ എല്ലാവരും ഒന്ന് പൊരിച്ചു നോക്കുക. എല്ലാവരുടെയും ഒരു വികാരമാണ് കല്ലുമ്മക്കായ എന്ന് അറിയാം. പ്രത്യേകിച്ച് കണ്ണൂരുകാരുടെ ഒരു പ്രത്യേക വിഭവമാണ് കല്ലുമ്മക്കായ നിറച്ചത്. ഓക്കെ, ബൈ.